മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. മെക്സവനെതിരെ CPM വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്നും പൊതുജാഗ്രത വേണമെന്നാണ് പറഞ്ഞതെന്നും പി മോഹനൻ പറയുന്നു. കൂട്ടായ്മയെ ഹൈജാക്ക് ചെയ്യാൻ വർഗീയ ശക്തികൾ ശ്രമിച്ചു. ഏതെങ്കിലും മതത്തിനെ പരാമർശിച്ചിട്ടില്ല എന്നും വസ്തുതകൾ വഴിതിരിച്ചു വിടരുത് എന്നും പി മോഹനൻ പ്രതികരിച്ചു. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPM ഒന്നും പറഞ്ഞിട്ടില്ല. വസ്തുതകൾ വഴിതിരിച്ചു വിടരുത്. മെക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലെന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത് ആളുകളെല്ലാം കക്ഷി മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് അവരുടെ ഗൂഢ അജണ്ടയുടെ പ്രചാരണത്തിൻ്റെ മറയായിട്ട് ചിലയിടത്ത് ഉപയോഗിക്കുന്ന. ദീപക് മലയമ്മയുടെ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നും അദ്ദേഹം അല്പം പിന്നാക്കം പോവുകയാണ്. ഇപ്പോൾ നടത്തിയ പ്രതികരണം ഏതെങ്കിലും ഒരു സംവിധാനത്തെ വിമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മെക്സവനെതിരെയല്ല താൻ പറഞ്ഞത് എന്നിപ്പോൾ അദ്ദേഹം മാറ്റി പറയുകയാണ്. ഈ പരിപാടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സഹകരിച്ചെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണിപ്പോൾ അദ്ദേഹം ഒരു നിലപാട് മാറ്റാനുള്ള കാരണം? സ്മൃതി, CPMനകത്ത് മെക്സവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി മോഹനൻ ഉയർത്തിവിട്ട വാദങ്ങളിൽ നേരത്തെ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ പ്രത്യക്ഷമായ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ കൂടിയാണ് പി മോഹനൻ തൻ്റെ നിലപാട് അത് മെക്സവനെതിരെ ആയിരുന്നില്ല എന്നുള്ളത് അത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ നടത്തിയ പ്രസംഗത്തിൽ ഇവിടെ മെക്സവൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി മോഹനൻ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ SDPIയും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ, സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകൾ, മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇത്തരം പൊതു ഇടങ്ങൾ കീഴടക്കുന്നു. അതിൽ ജാഗ്രത വേണമെന്നുള്ള നിലപാടാണ് താൻ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വ്യായാമ കൂട്ടായ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് മുക്തി നേടാവുന്ന സംവിധാനങ്ങളെക്കുറിച്ചോ താൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. തനിക്കോ CPMനോ അത്തരത്തിൽ മെക്സവനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. അത് ഗൂഢ അജണ്ടയുടെ ഭാഗമായി വഴിതിരിച്ചു വിടരുത് എന്നുള്ള നിലപാടാണ് പി മോഹനൻ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ ആളുകൾ, മുൻപ് പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് നിലവിൽ ഇത്തരം കൂട്ടായ്മകൾക്കൊക്കെ നേതൃസ്ഥാനത്തുള്ളത് എന്നുള്ള നിലപാട് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്തരം പൊതു ഇടങ്ങളിൽ പലയിടങ്ങളിലായി മതരാഷ്ട്രവാദികളും ഒപ്പം തന്നെ മതമൗലികവാദികളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിൽ ജാഗ്രത വേണമെന്നുള്ള നിലപാടാണ് താൻ പൊതുജനങ്ങൾക്ക് മുൻപിൽ വെച്ചത് എന്നുള്ളത് മാത്രമാക്കി ചുരുക്കിക്കൊണ്ട് മോഹനൻ തന്റെ വിശദീകരണം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.